ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് പ്രോസസ്സ് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്കുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ബാക്കി കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ, അതായത് നമ്മുടെ ഹോട്ട് വർക്കിംഗ് അതുപോലെ തന്നെ കോൾഡ് വർക്കിങ്ങിലൊക്കെ വരുന്ന ടൈപ്സ് ഓഫ് പ്രോസസ്സുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൽ വരുന്നതാണ് ട്യൂബ് ഡ്രോയിങ്, പിന്നെ സ്ലോട്ടിങ്, പെർഫറേറ്റിംഗ്, സ്ട്രെച്ച് ഫോമിങ്, അതുപോലെ കോൾഡ് സ്പിന്നിങ്, അതുപോലെ റോളിംഗ്, ഹോട്ട് റോളിംഗ് അല്ലെങ്കിൽ കോൾഡ് റോളിംഗ്, എംബോസിങ്, കോയിനിങ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ബ്ലാങ്കിങ്ങും അതുപോലെ പിയേഴ്സിങ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വരുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പോവുകയാണ്. സോ അടുത്തൊരു പ്രോസസ്സാണ് നോച്ചിങ് പ്രോസസ്സ്. ഇവിടെ നോച്ചിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോച്ചിങ് ഇൻവോൾവ്സ് കട്ടിംഗ് ഔട്ട് എ പോർഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ സൈഡ് ഓഫ് എ ഷീറ്റ് ഓർ സ്ട്രിപ്പ്. ഇപ്പോൾ നോച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മുടെ ഒരു മെറ്റൽ ഷീറ്റ് ഉണ്ട്. മെറ്റൽ ഷീറ്റിന് മേലെ നിന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ സൈഡുകളിൽ നിന്നൊക്കെ നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. പല ഷേപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ എന്ത് ചെയ്യുക, നമ്മൾ പല പോർഷൻസ് നമ്മൾ ആ എഡ്ജിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ നോച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫിഗറിലേക്ക് നോക്കുക. ഇതൊരു മെറ്റൽ പീസായിരുന്നു. എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നോച്ചിങ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഈ മെറ്റൽ പീസിൻ്റെ എഡ്ജിൽ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോച്ചിങ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കുക, സെമി നോച്ചിങ്. എന്താണ് സെമി നോച്ചിങ് പറഞ്ഞത്? സെമി നോച്ചിങ് റിമൂവ്സ് എ പോർഷൻ ഓഫ് എ മെറ്റൽ ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദ ഷീറ്റ് അല്ലേ. സെമി നോച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മെറ്റലിൽ നിന്ന് ഒരു ചെറിയ ചെറിയ പോർഷൻസ് റിമൂവ് ചെയ്യാണ്. പക്ഷേ എവിടെയാണ്? ഫ്രം ദ ഇൻറ്റീരിയർ അല്ലേ. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ സെമി നോച്ചിങ് കാണിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഈ ഷീറ്റിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം, നമ്മൾ പല പല ഷേപ്പിലൊക്കെ മെറ്റൽ പീസ് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെമി നോച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ശേഷമുള്ള ഭാഗം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അകത്ത് ഇൻറ്റീരിയറിൽ കട്ട് ചെയ്യുന്നത് സെമി നോച്ചിങ്ങും, അതുപോലെ എക്സ്റ്റീരിയർ അല്ലെങ്കിൽ അത് നമ്മുടെ മെറ്റൽ പീസിൻ്റെ എഡ്ജിലൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ നോച്ചിങ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടൈമാണ്, നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് എക്സ്ട്രൂഷൻ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് എക്സ്ട്രൂഷൻ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ വായിച്ചു നോക്കാം. ഇൻ എക്സ്ട്രൂഷൻ ദ മെറ്റീരിയൽ ഈസ് compressed in a chamber and the deformed material is forced to flow through the die. എന്താ പറഞ്ഞത്? ഇൻ എക്സ്ട്രൂഷൻ അല്ലേ. എക്സ്ട്രൂഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ദ മെറ്റീരിയൽ ഈസ് കംപ്രസ്ഡ് ഇൻ എ ചേമ്പർ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചേമ്പറിനകത്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈസ് കംപ്രസ്ഡ് ഇൻ എ ചേമ്പർ ആൻഡ് ദ ഡിഫോംഡ് മെറ്റീരിയൽ ഈസ് ഫോഴ്സ്ഡ് ടു ഫ്ലോ ത്രൂ ദ ഡൈ. ഇപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കുക, ഇവിടെ ഒരു ഡൈ കാണാം. ഓക്കെ, ഈ കാണുന്ന ഡൈ ആണ്. അതുപോലെ തന്നെ ഡൈൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടത്, ആ പ്രൊഡക്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് ആയിരിക്കും ഇവിടെയുള്ള ഈ ഡൈയിൻ്റെ ഓപ്പണിങ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പറഞ്ഞത് മെറ്റീരിയൽസ് കംപ്രസ്ഡ് ഇൻ എ ചേമ്പർ. ഇപ്പോൾ നമ്മളിവിടെ ഇവിടെ ഒരു കണ്ടെയ്നർ കാണാം. കണ്ടോ, കണ്ടെയ്നറിൻ്റെ ഭാഗമാണ് കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഈ കണ്ടെയ്നറിനകത്ത് ഈ കാണുന്ന കണ്ടെയ്നറിനകത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസ്ഡ് സ്റ്റേറ്റിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പിസ്റ്റൺ അല്ലെങ്കിൽ റാമും പിസ്റ്റണും ഉപയോഗിച്ച് നമ്മൾ ഇവിടുന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കാണുന്ന ഡൈയിൻ്റെ ഈ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അവിടെ നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മുടെ ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് വേണ്ടത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോൾ കൂടെ അതിൻ്റെ ഷേപ്പ് എന്താണോ അതിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ എക്സ്ട്രൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാം. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ഓയിൻമെൻറ്റിൻ്റെ ഒക്കെ ചെറിയ ബോട്ടിലുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഇതുണ്ടായിരിക്കും അല്ലേ. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ ചെറിയൊരു എന്താ പറയുക ബോട്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ പുറത്തു കൂടെ ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ഒരു സെയിം പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടൂത്ത് പേസ്റ്റിൻ്റെ സാധാരണ നമ്മൾ കാണുന്നത് സർക്കുലർ ഷേപ്പിലുള്ള ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ, ഔട്ട്പുട്ട് വരുന്ന ഭാഗം.
അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ ബ്രഷിൻ്റെ മേലേക്ക് നമ്മൾ അത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇന്ന് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഡൈയിൻ്റെ ഷേപ്പ് ഇവിടെയുള്ള ഈ ഡൈയിൻ്റെ ക്രോസ് സെക്ഷൻ ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുക നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ബാക്കി നോക്കാം. ദ ഡൈ ഓപ്പണിംഗ് കറസ്പോണ്ട്സ് ടു ദ ക്രോസ് സെക്ഷൻ ഓഫ് റിക്വയർഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഡൈയിൻ്റെ ഓപ്പണിംഗിൽ എവിടെയുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് പ്രൊഡക്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ലാസ്റ്റ് ഡെഫിനിഷൻ സിലിണ്ടറിക്കൽ ബാർസ് ഹോളോ ട്യൂബ്സ് ആസ് ഓൾസോ ഷേപ്സ് ഓഫ് ഇറഗുലർ സർക്കുലർ സർഫസ് ആർ ഇറഗുലർ സി എസ് ആർ മെയ്ഡ്. ഇറഗുലർ സി എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സി എസ് സർക്കുലർ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ സിലിണ്ടറിക്കൽ ബാർസ് അതുപോലെ ഹോളോ ട്യൂബ്സ് ഒക്കെ നമുക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്ട്രൂഷൻ പ്രോസസ്സിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. അടുത്താണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എ മാനുഫാക്ചറിങ് പ്രോസസ് ഇൻ വിച്ച് എ സ്മോൾ ഷോട്ട് ഓഫ് solid material is placed in the die and is impacted by a ram which causes cold flow in the material. അപ്പോൾ ഇതിൻ്റെ പേര് നോക്കുക, ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. നമുക്കറിയാം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സഡനായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇമ്പാക്റ്റ് അല്ലേ. നമ്മൾ ഇമ്പാക്റ്റ് ഫോഴ്സ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, സഡനായിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ്റെ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈ ആണ് ഇവിടെ താഴെ കാണുന്നത്. ഓക്കെ, ഡൈ ആണ്. അപ്പോൾ ഡൈനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വർക്ക് പീസ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഈ ഡൈൻ്റെ മേലെ ഇരിക്കുന്ന ഈ വർക്ക് പീസിൻ്റെ മേലേക്ക് എന്ത് ചെയ്യും, ഒരു പഞ്ച് ഉണ്ട്, മേലെ പഞ്ച് കാണാം, താഴോട്ടൊരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഈ പഞ്ച് ഉപയോഗിച്ച് സഡനായിട്ട് ചെന്ന് ഇടിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഈ ഒരു നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ മേലേക്ക് വന്ന് ഇമ്പാക്റ്റ് ഫോഴ്സ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മേലേക്ക് ചെന്ന് ഇടിപ്പിക്കും. അങ്ങനെ ഇടിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റമാണ് ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പഞ്ച് ഉപയോഗിച്ച് ഈ വർക്ക് പീസിൻ്റെ മേലെ കൊണ്ട് ഇടിപ്പിക്കുന്ന സമയത്ത് എന്തായി മാറും, നമ്മുടെ വർക്ക് പീസ് ആ പഞ്ചിൻ്റെ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിലേക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിക്കഴിയണം. അപ്പോൾ അതാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് പഞ്ച് അപ്രോച്ചസ് വർക്ക് അറ്റ് എ ഹൈ വെലോസിറ്റി. എന്ത് ചെയ്യണം, ഈ വർക്കിൻ്റെ മേലേക്ക് ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യണം, പഞ്ച് കൊണ്ടുപോയി ഇടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഇതൊരു കോൾഡ് വർക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നൊരു കോൾഡ് വർക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ചെന്നിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഷേപ്പ് നമ്മുടെ പഞ്ചിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് അത് മാറുകയാണ്. പാർട്ടീസ് ഫോംഡ് ബൈ ദ ഇമ്പാക്റ്റ് വിത്ത് വർക്ക് അല്ലേ. നമ്മൾ ആ ഇമ്പാക്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പഞ്ച് ഉപയോഗിച്ച ഒരു ഇമ്പാക്റ്റ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് നമുക്കവിടെ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. A manufacturing process in which a small shot of solid material is placed in the die അല്ല, ഡൈൻ്റെ മേലെ നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈസ് ഇമ്പാക്റ്റഡ് ബൈ എ റാം. റാം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മെക്കാനിക്കൽ മെഷീനറീസിലൊക്കെ ഉണ്ടാകുന്ന ആ മൂവിങ് പാർട്ടാണ് റാം എന്ന് പറയുന്നത് അല്ലേ. റാമിൻ്റെ മേലായിരിക്കും പഞ്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പഞ്ച് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വർക്ക് പീസിൻ്റെ മേലെ കൊണ്ടുപോയി നമ്മൾ അവിടെ ഒരു ആക്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ വർക്ക് പീസ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഉണ്ടായി വരികയാണ്. ഓക്കെ, അതാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. സോ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത പ്രോസസ്സാണ് സ്ലിറ്റിങ്. സ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഷീറ്റ് മെറ്റലൊക്കെ എന്ത് ചെയ്യുക, സ്ട്രേറ്റ് ലൈനായിട്ട് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് കട്ടിങ് എ ഷീറ്റ് മെറ്റൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ സ്ലിറ്റിംഗ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് കട്ടിങ് എ ഷീറ്റ് മെറ്റൽ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അതുപോലെ ദ കട്ട് ടേക്ക് പ്ലേസ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ഷീറ്റ് മെറ്റൽ. ദ കട്ട് ടേക്ക് പ്ലേസ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ഷീറ്റ് മെറ്റൽ. ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, കട്ടിങ് സ്ട്രേറ്റ് ലൈൻസ് ഇൻ ദ ഷീറ്റ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മുടെ അതൊരു ഷീറ്റാണ്, ഷീറ്റിൻ്റെ മേലെ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്ലിറ്റിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇതൊരു ഷീറ്റ് മെറ്റലാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു എന്താ പറയുക ചെറിയൊരു കട്ടിങ് കൊടുക്കുക, ഒരു ഗ്രൂവ് പോലെ കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ സ്ക്രാപ്പ് മെറ്റീരിയൽ ഉണ്ടായിരിക്കില്ല. അതൊരു നമ്മുടെ ഒരു ഷീറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷീറ്റിനെ നമ്മൾ രണ്ടായി ഭാഗിക്കുകയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ കട്ട് ചെയ്യണമെന്ന് എന്താവും, ഇവിടെ സ്ക്രാപ്പ് മെറ്റീരിയൽ ഒന്നും ഉണ്ടായിരിക്കില്ല. പകരം എന്തുണ്ടായിരിക്കും, ഈ ഒരു പീസ് വേറെയായി മാറും, ഈ ഒരു പീസ് വേറെയായി മാറും.
ഓക്കെ, അപ്പോൾ അതാണ് സ്ലിറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ സ്ക്രാപ്പ് മെറ്റീരിയൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ ഈ ഫിഗറിൽ കാണിച്ച പോലെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫിഗറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്തൊരു കട്ടിങ് അല്ലേ, ഒരു ചെറിയൊരു ഗ്രൂവ് അല്ലെങ്കിൽ ഒരു സ്ലോട്ട് പോലെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്തില്ല, ഇവിടെ സ്ക്രാപ്പ് മെറ്റീരിയൽ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷീറ്റ് മെറ്റലിൻ്റെ മേലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ സ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ നോക്കുക. കട്ടിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ ദ ഷീറ്റ് ആൻഡ് നോ സ്ക്രാപ്പ് മെറ്റീരിയൽ ഈസ് പ്രൊഡ്യൂസ്ഡ്. എന്നുണ്ടായിരിക്കില്ല, സ്ക്രാപ്പ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ സ്ലിറ്റിങ്ങിൻ്റെ ഒരു ഡയഗ്രം കൂടി കാണിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാണ്, നമ്മൾ നൈഫ് ഉപയോഗിച്ച് അല്ലേ, അപ്പർ നൈഫും അതുപോലെ ഒരു ലോവർ നൈഫ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കാണുന്നൊരു ഷീറ്റ് മെറ്റൽ അല്ലെങ്കിൽ പീസ് ഓഫ് വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതിനെ സ്ലിറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സാണ് ഫോർജിങ് ഓപ്പറേഷൻസ്. ഓക്കെ, ഫോർജിങ് ഓപ്പറേഷൻസ്. അപ്പോൾ എന്താണ് ഫോർജിങ് ഓപ്പറേഷൻസ് നോക്കാം. ഇവിടെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. Forging, it is defined as a metal working process by which metals and alloys are plastically deformed to the desired shapes by the application of compressive forces. നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും എന്താണ് ഫോർജിങ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസീവ് ഫോഴ്സ് ഉപയോഗിച്ച് നമ്മുടെ മെറ്റീരിയലിൻ്റെ മേലെ അല്ലെങ്കിൽ വർക്ക് പീസിനൊക്കെ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടത്തുന്നതിനാണ് നമ്മൾ ഫോർജിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്. വർക്ക് പീസ് എന്ത് ചെയ്യണം, നമ്മളൊരു ഹാമർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, വർക്ക് പീസിൻ്റെ മേലെ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുക, നമ്മൾ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഹാമർ ഉപയോഗിച്ച് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ അല്ലേ, നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് എന്ത് ചെയ്യുക, അടിച്ച് പരത്തുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കൊടുക്കുന്നതാണ് നമ്മൾ ഫോർജിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. ഫോർജിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ മെറ്റൽ വർക്കിംഗ് പ്രോസസ് by which metals and alloys are plastically deformed to the desired shapes by the application of compressive forces. കംപ്രസീവ് ഫോഴ്സ് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നൽകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർജിങ്ങിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഫോർജിങ് ഓപ്പറേഷൻസ് ആണ്, ടൈപ്സ് ഓഫ് ഫോർജിങ് ഓപ്പറേഷൻസ്. അതിൽ വരുന്നതാണ് അപ്സെറ്റിങ്, ഡ്രോയിങ് ഡൗൺ, സെറ്റിംഗ് ഡൗൺ. ഓക്കെ, അതുപോലെ തന്നെ അപ്സെറ്റിങ്, ഫുള്ളറിങ് ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അപ്സെറ്റിംഗ് ഓപ്പറേഷൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ബൈ വിച്ച് ദ തിക്നെസ് ഓർ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വർക്ക് പീസ് ഈസ് ഇൻക്രീസ്ഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡെഫിനേഷൻ പറയാം. അപ്സെറ്റിംഗ് ഓപ്പറേഷൻ ഈസ് carried out to increase the cross section of a bar and to reduce its length. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് പീസാണ്. ഓക്കെ, ഈ കാണുന്ന വർക്ക് പീസാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ വർക്ക് പീസിൻ്റെ മേലേക്ക് നമ്മളൊരു കംപ്രസീവ് ഫോഴ്സ് മേലെ നിന്ന് കൊടുക്കണം. ഓക്കെ, ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തായി മാറും, ഈ വർക്ക് പീസിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ട് എന്തായി മാറും. ഇവിടെ രണ്ടാമത്തെ ഫിഗർ നോക്കാം, ലെങ്ത്ത് കുറഞ്ഞു, പകരം എന്ത് ചെയ്തു, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഇവിടെ നോക്കാം, ബിഫോർ അപ്സെറ്റിങ്ങും ആഫ്റ്റർ അപ്സെറ്റിങ്ങും. അതായത് നമ്മുടെ ഒരു വർക്ക് പീസായിരുന്നു. വർക്ക് പീസിന് മേലേക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു പ്രസ് ഉപയോഗിച്ച് കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തായി, ആ വർക്ക് പീസ് അങ്ങോട്ട് അല്ലേ, ആ ഫോഴ്സ് വരുമ്പോൾ എന്തായി, അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ട് എന്തായി, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടി. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിനാണ് നമ്മൾ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ദ ഓപ്പറേഷൻ ഈസ് carried out to increase the cross section of a bar and to reduce its length. അല്ലേ, ലെങ്ത്ത് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് അപ്സെറ്റിംഗ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നോക്കാം. രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ് ഡ്രോയിങ് ഡൗൺ പ്രോസസ്സ്. അപ്പം നോക്കുക, ഡ്രോയിങ് ഡൗൺ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്സെറ്റിംഗ് പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. നമ്മൾ പറഞ്ഞു അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുക, ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യുക അല്ലേ. ലെങ്ത്ത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്സെറ്റിംഗ് ഓപ്പറേഷൻ. എന്നാൽ ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ബൈ വിച്ച് ദ തിക്നെസ് ഓർ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വർക്ക് പീസ് ഈസ് റെഡ്യൂസ്ഡ് അല്ലേ. ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്യും ബൈ ഇൻക്രീസിങ് ദ ലെങ്ത്ത് അല്ലേ. ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. അതായത് അപ്സെറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഡ്രോയിങ് ഡൗൺ ചെയ്യുന്നത്. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ഈ ഫിഗറിലേക്ക് നോക്കുക.
നമ്മളൊരു വർക്ക് പീസ് ഇങ്ങനെയുള്ള വർക്ക് പീസാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പഞ്ച് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പഞ്ച് ഉപയോഗിച്ച് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഷേപ്പ് മാറി അല്ല അതിൻ്റെ താഴോട്ട് ഇങ്ങനെ ഡെപ്തിലേക്ക് വരും, അല്ല ഡെപ്ത് കൂടി വരണം. അപ്പോൾ എന്താവും, സ്വാഭാവികമായിട്ടും അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രോയിങ് ഡൗൺ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർജിങ് ഓപ്പറേഷനിലൊരു എക്സാമ്പിളാണ് ഡ്രോയിങ് ഡൗൺ. ഓക്കെ, അപ്സെറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കുക, സെറ്റിംഗ് ഡൗൺ. ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ലോക്കൽ തിന്നിങ് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ സെറ്റ് ഹാമർ. അപ്പോൾ നമ്മൾ സെറ്റ് ഹാമർ ഉപയോഗിച്ച് നമ്മുടെ വർക്ക് പീസിൻ്റെ ഒക്കെ തിക്നെസ് ഒക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെറ്റിംഗ് ഡൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷനിലെ ഏരിയയും റെഡ്യൂസ് ആവും, അതുപോലെ തന്നെ തിക്നെസ്സും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ സെറ്റ് ഹാമർ ഉപയോഗിച്ചിട്ട് നമ്മുടെ വർക്ക് പീസിൻ്റെ തിക്നെസ് കുറയ്ക്കുക, അതുപോലെ തന്നെ ക്രോസ് സെക്ഷനിലെ ഏരിയ കുറയ്ക്കുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ സെറ്റിംഗ് ഡൗൺ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് അപ്സെറ്റിങ്, രണ്ടാമത് പഠിച്ചത് ഡ്രോയിങ് ഡൗൺ, മൂന്നാമത്തത് സെറ്റിംഗ് ഡൗൺ. നമ്മൾ രണ്ടാമത് പറഞ്ഞുള്ള ഡ്രോയിങ് ഡൗണിൽ വരുന്ന ഒരു പ്രോസസ്സാണ് ഫുള്ളറിങ് ഓപ്പറേഷൻ അല്ലേ. നമ്മൾ പറഞ്ഞ ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ കുറച്ചുകൊണ്ട് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രോയിങ് ഡൗൺ. അപ്പോൾ ഡ്രോയിങ് ഡൗണിൽ വരുന്നൊരു പ്രോസസ്സാണ് ഫുള്ളറിങ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, നമ്മളൊരു വർക്ക് പീസ് ആയിരുന്നു, എന്ത് ചെയ്യണം, നമ്മളൊരു ടോപ്പ് ഫുള്ളറും അതുപോലെ ബോട്ടം ഫ്ലോറും ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, നമ്മളിതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയ്ക്കുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് അതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇതൊരു ഡ്രോയിങ് ഡൗൺ പ്രോസസ്സാണ് ഫുള്ളറിങ് എന്ന് പറയുന്നത്. നമ്മൾ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫുള്ളറിങ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഫോർജിങ് ഓപ്പറേഷൻസിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ നോച്ചിങ് പഠിച്ചു, അതുപോലെ എക്സ്ട്രൂഷൻ പ്രോസസ്സ് പറഞ്ഞു, അതിൽ വരുന്നതാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ, അതുപോലെ സ്ലിറ്റിങ് പഠിച്ചു. പിന്നെ നമ്മൾ ഫോർജിങ് ഓപ്പറേഷനിൽ അപ്സെറ്റിങ്ങും ഡ്രോയിങ് ഡൗണും സെറ്റിംഗ് ഡൗണും, അതുപോലെ ഡ്രോയിങ് ഡൗണിൽ വരുന്ന ഫുള്ളറിങ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.